കൊള്ളാം കണ്ടിരിക്കാൻ നൈസാണ്. കോമഡി നൈസാണ്. കൊള്ളാം. ചില ഏരിയസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതുപോലെ ബിഗിനിങ് ടു എൻഡ് സൂപ്പറാണ്. ആ പുതിയ കുട്ടിയും ഫീമെയിൽ ലീഡ് ക്യാരക്ടറൊക്കെ സൂപ്പറായിട്ട് ക്യാരക്ടർ. അത് നല്ലൊരു കോമ്പിനേഷൻ. അത് എസ്പെഷ്യലി നമ്മൾ കാണാത്തൊരു പാറ്റേൺ ആണ്. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. എന്താ പറയുക, ആ ഇൻ്റർവൽ ബ്ലോക്കൊക്കെ നല്ല ബ്യൂട്ടിഫുൾ. അതൊരു മ്യൂസിക്കൽ എൻ്റർടൈനറാണ്. ബിഗിനിങ് ടു എൻഡ് തന്നെ സൂപ്പർ എൻ്റർടൈനറാണ്. ഫൺ ലവിങ് പീപ്പിൾ ഇഷ്ടപ്പെടുന്ന ഒരു ഇഷ്ടംപോലെ ചിരിക്കുന്ന, ഉള്ളു തുറന്ന് ചിരിക്കുന്ന മൊമെന്റ്സ് ഒക്കെ. അതേപോലെ ഒരു മിസ്റ്റിക്കൽ ഫാന്റസി ലവ് സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാം ഉണ്ടായിരുന്നു. I love the movie. Best movie ever. Mom, do you want to say something about that? What was the theater experience in Kerala? Huh? Theater experience in Kerala. Everything was amazing about the movie. The acting was really great, and I love the story. It was a very great finish to the story as well. Also, the actors. The actors were amazing. Yeah, we love Delulu, Maya, and also Raveen, is that it? Yes, so good. Yeah, we loved how the ghost taught him to love, but then brought back with the family. We couldn't understand the Malayalam, but we could understand all of it because you could feel the whole thing. Akhil did such a great job. We loved his style directing. It was so good. We got to see it with Vicky, and we could even see the Pachu poster in the background, and she was in Pachu. So it was very, very fun. It was really fun. അതേപോലെ നിവിൻ പോളിയും അജു വർഗീസും പഴയ ഒരു കെമിസ്ട്രി ആയിട്ട് ഭയങ്കരമായിട്ട് തിരിച്ചു വന്നത് തോന്നി. അത് പുതിയൊരു ഭയങ്കര ഫ്രഷ്നെസ്. അതെ, ഒരു ക്യാമിയോ ഒക്കെ ഉണ്ട്. അത് ആ ചേച്ചിയും സൂപ്പറായിരുന്നു. ടോട്ടലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല മൂവിയാണ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്ത പോലെ നല്ലൊരു റിട്ടേൺ ആണ്. പിന്നെ ഒരു ക്യൂട്ടാണ്, ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. എല്ലാ കോമ്പോയും നല്ലതായിട്ട് വർക്ക് ചെയ്യും. അജു വർഗീസ് ആണെങ്കിലും എല്ലാവരും ആണെങ്കിലും അതെ, നമ്മളെല്ലാവരും കുറേ വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിവർപൂളിൽ തിരിച്ചു വന്നു. അപ്പോൾ നല്ല, പിന്നെ ഈവൻ ആ ഒരു ഗോസ്റ്റ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. എല്ലാം ഒരു ക്യൂട്ട് മൂവിയാണ്. എല്ലാവർക്കും ഡെഫിനറ്റ്ലി നമ്മളെല്ലാം മുമ്പ് കണ്ടിട്ടുള്ള പോലെ അല്ലെങ്കിലും ഒരു സട്ടിലായിട്ടുള്ള നല്ലൊരു മൂവിയാണ്. രണ്ടുപേരുടെയും കോമ്പോ എന്തായാലും മറക്കാം. അടിപൊളിയാണോ? ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. ക്യൂട്ട് മൂവിയാണ്. ആ, ഞങ്ങൾക്ക് നല്ല ആക്ഷൻസ് ആണ്. ഇഷ്ടപ്പെട്ടോ? സിനിമ ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. സിനിമ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയായിരുന്നു. ഒരു പഴയ രീതിയിലുള്ള നിവിൻ പോളിയുടെ ഒരു സിനിമ കാണുന്നൊരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ഫീൽ ഗുഡ് പടം. അജു വർഗീസായിട്ടുള്ള കോംബോ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അജു വർഗീസായിട്ട് വളരെ നന്നായിട്ട് തന്നെ കണക്ട് ആയിട്ടുണ്ട്. ആ ഒരു പഴയ അജു വർഗീസ് നിവിൻ പോളി കോംബോ കണ്ട പോലെ അതുപോലെ തന്നെ കണക്ട് ആയിട്ടുണ്ട്. അവരുടെ കോമഡികളായാലും അല്ലാതെ സീക്വൻസ് ആയാലും എല്ലാം നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പടം നല്ല പടമാണ്. ചാമിങ് നിവിൻ്റെ ഒരു കംബാക്ക് തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം. കോമഡിയൊക്കെ നല്ലോണം വർക്കായിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ആണെങ്കിൽ ഹൊററൊന്നുമല്ല, വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടിരുന്ന് വന്ന് കാണാം. ഹാപ്പി ആയിട്ട് കാണാൻ പോകാം. അങ്ങനെയുള്ള കോമഡിയൊക്കെ വർക്കായിട്ടുണ്ട്. ക്യാരക്ടേഴ്സൊക്കെ അടിപൊളിയാണ്. നല്ല സ്ക്രിപ്റ്റാണ്. കംബാക്ക് തന്നെയാണ്. നല്ല കോംബോ ആണ്. കോംബോ ഒക്കെ അവർ നേരത്തെ പ്രൂവ് ചെയ്താണ്. അപ്പോൾ അതിനനുസരിച്ച് സ്ക്രിപ്റ്റുമാണ്, അതിനനുസരിച്ച് അവർ പെർഫോം ചെയ്തിട്ടുമുണ്ട്. ഡയറക്ഷനും അടിപൊളിയാണ്. മൊത്തത്തിൽ അടിപൊളിയാണ്. ക്യാരക്ടേഴ്സും എല്ലാം കംബാക്ക് തന്നെയാണ്.